വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പന ശബ്ദമുണ്ടായതായി നാട്ടുകാർ. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ ചില സ്ഥലങ്ങളിലും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടു. എവിടെയും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടില്ല. പ്രകമ്പനത്തിന് കാരണം ഭൂകമ്പമല്ലെന്ന് ജിയോളജി വകുപ്പും നാഷണൽ സിസ്മോളജിക് സെന്ററും അറിയിച്ചു. തിയോഫിൻ വിവരങ്ങളുമായി ചേരുന്നു. ഇന്ന് രാവിലെ 10:20 വയനാട് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ പ്രകമ്പനം, ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം, ഉയർന്ന ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞത്. ഇതിൻ്റെ പിന്നാലെയാണ് ഇത് ഭൂചലനമാണോ എന്ന സംശയം ഉയർന്നത്. പിന്നീട് മറ്റ് ജില്ലകളിൽ നിന്നും സമാന രീതിയിലുള്ള വാർത്തകൾ വന്നു. വയനാട് ജില്ലയിൽ രാവിലെ 10:20 പൊഴുതന പഞ്ചായത്തിലെ മേൽമുറി, സുഗന്ധഗിരി എന്നീ സ്ഥലങ്ങളിലും അച്ചുരാൻ വില്ലേജിലെ സേട്ടുകുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദവും മുഴക്കവും കേട്ടതായൊക്കെ നാട്ടുകാർ പറഞ്ഞു. അതുപോലെ തന്നെ നെന്മേനി വില്ലേജിൽപ്പെട്ട പടിപ്പറമ്പ്, അമ്പുകുത്തി, അമ്പലവയൽ എന്നീ സ്ഥലങ്ങളിലും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പന ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇത് ഭൂകമ്പമാണ് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചപ്പോഴാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അന്വേഷണം നടത്തിയത്. എന്നാൽ ഈ സംഭവത്തിൽ ഭൂകമ്പ മാപിനികളിലൊന്നും ഇത്തരത്തിലൊരു ഭൂകമ്പം വയനാട് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭൂകമ്പമല്ല എന്ന് പിന്നീട് അധികൃതർ വ്യക്തമാക്കി. ജില്ലാ നേതൃത്വം ഇതനുസരിച്ച് ഇത് സംഭവം വാർത്തയായതോടുകൂടി വയനാട് ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ വേണ്ട എന്താണ് എന്ന് വ്യക്തത വരുത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള തീരുമാനമെടുക്കുന്നു. ഉടൻ തന്നെ വനംവകുപ്പിനോടും ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോടും വളരെ വേഗം തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ റവന്യൂ ഉദ്യോഗസ്ഥരും ജിയോളജി വകുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥരും ഈ ശബ്ദം കേട്ടതായി പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പകൽ പരിശോധന നടത്തി. എന്തായാലും ഒരു അസാധാരണമായ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ പ്രദേശങ്ങളിലൊന്നും കണ്ടിട്ടില്ല എന്ന ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അപ്പോൾ സിസ്മോഗ്രാഫിൽ ഭൂകമ്പ മാപിനിയിലൊന്നും ഇത്തരത്തിലൊരു ഭൂചലനം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് ഭൂകമ്പമല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഭൂചലനത്തിൻ്റെ ഒരു സാധ്യതയുമില്ല. പിന്നെ കേട്ടത് ഇത്തരത്തിൽ ഈ പരിശോധന നടത്തി ഭൂചലനം ഉണ്ടാവുകയാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകാവുന്ന മാറ്റങ്ങൾ, അതാണ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. അത്തരത്തിലൊരു മാറ്റവും ഈ പ്രദേശങ്ങളിലൊന്നും കണ്ടിട്ടില്ല. പിന്നീട് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡ്രോൺ പരിശോധനയും നടത്തി. ഈ പരിശോധനയിലും അസാധാരണമായ യാതൊരു മാറ്റങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഭൂചലന സാധ്യത ഇല്ല, അല്ലെങ്കിൽ ഭൂചലനമല്ല എന്നതും ആശങ്കപ്പെടേണ്ടതില്ല എന്നും അധികൃതർ അറിയിച്ചു. സമാനമായ രീതിയിൽ ശബ്ദം കേട്ടതായി പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയുടെ ചില ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിൽ എടപ്പാൾ ഭാഗത്തും പാലക്കാട് ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലും മണ്ണാർക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷേ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു വാർത്തകൾ പുറത്തു വന്നപ്പോൾ ജനങ്ങൾക്ക് ചെറിയ ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഭൂചലനമല്ല ഇത് എന്നും ഭയക്കേണ്ടതില്ല എന്നും അധികൃതർ അറിയിച്ചതോടുകൂടി ജനങ്ങളുടെ പരിഭ്രാന്തിയും മാറിയിട്ടുണ്ട്. തിയോഫിൻ വിവരങ്ങൾ നൽകിയത്.